കേന്ദ്ര അവഗണനയ്ക്കെതിരായ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കണമെന്ന് പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി യുഡിഎഫിൽ ആലോചിച്ച ശേഷം തീരുമാനമറിയിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവുമായും ഉപനേതാവുമായും നടത്തിയ ഓൺലൈൻ യോഗത്തിലാണ് മുഖ്യമന്ത്രി ആവശ്യമുന്നയിച്ചത്. കേന്ദ്ര നിലപാടിനെ വിമർശിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകളും യോഗത്തിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. അതേസമയം ഡൽഹി സമരത്തിന്റെ തീയതി നാളെ ചേരുന്ന ഇടതുമുന്നണി യോഗം തീരുമാനിക്കും. സാമ്പത്തിക പ്രതിസന്ധി അനുദിനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിനെതിരെ പ്രത്യക്ഷ സമരത്തിന് തയ്യാറെടുക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കേരളത്തിന്റെ വിഹിതം കുറയ്ക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാട് രാഷ്ട്രീയ വിവേചനമെന്നാണ് സർക്കാരും LDFും ആരോപിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം തുടരുന്നതിനൊപ്പം ഡൽഹിയിൽ പ്രതിഷേധ സമരം നടത്താനും തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാൽ കേരളത്തിന്റെ പൊതുവായ ആവശ്യമായതിനാൽ പ്രതിപക്ഷത്തെ ഒപ്പം കൂട്ടി പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് നീക്കം. കേരളത്തിന്റെ പൊതു ആവശ്യത്തിൽ പ്രതിപക്ഷം സഹകരിക്കുന്നില്ല എന്ന വിമർശനം സർക്കാർ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡൽഹി സമരത്തിൽ UDFനെ ക്ഷണിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുമായും ഓൺലൈനിൽ ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടു. എന്നാൽ കേരളത്തിന്റെ വിഹിതം ഗണ്യമായി കുറച്ച കേന്ദ്ര നിലപാടിനെ എതിർക്കുന്നുവെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ധൂർത്തും നികുതി പിരിവിലെ കെടുകാര്യസ്ഥതയും പ്രതിപക്ഷം യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം ഡൽഹി സമരത്തിൽ പങ്കെടുക്കണമോ എന്നത് UDFിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ അറിയിച്ചത്. അപ്പൊ സർക്കാരിന്റെ ആവശ്യം ഒരുമിച്ച് ഡൽഹിയിൽ പോയി സമരം ചെയ്യണമെന്നാണ്. ഇപ്പൊ ഞാനും പ്രതിപക്ഷ ഉപനേതാവാണ് പങ്കെടുത്തത്. ഒരുമിച്ച് സമരം ചെയ്യുന്ന കാര്യം ഒരു രാഷ്ട്രീയമായ ആവശ്യമാണ്. അത് UDFിലെ എല്ലാ ഘടകകക്ഷികളുമായിട്ടും അതാത് പാർട്ടികളുമായിട്ടും ആലോചിച്ചിട്ട് തീരുമാനം അറിയിക്കാന്ന് പറഞ്ഞു. ഡൽഹി സമരത്തിന്റെ തീയതി ചൊവ്വാഴ്ച ചേരുന്ന LDF യോഗം തീരുമാനിക്കും. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ LDFുമായി സഹകരിച്ച് ഒരു പ്രക്ഷോഭത്തിന് UDF തയ്യാറാവുകയില്ല. ഭരണപക്ഷവുമായി നേർക്കുനേർ വരുന്ന നിയമസഭാ സമ്മേളനത്തിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഒട്ടനവധി വിവാദ വിഷയങ്ങളിൽ സർക്കാരുമായി ഏറ്റുമുട്ടൽ തുടരുന്ന പശ്ചാത്തലം കൂടി കണക്കിലെടുത്ത് ഡൽഹി സമരത്തിൽ നിന്ന് UDF വിട്ടുനിൽക്കാനാണ് സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം.